നമ്മൾ ഇന്ന് ഫസ്റ്റ് സെമസ്റ്റർ BSc കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിലെ കണ്ടിന്യൂറ്റി എന്ന ഭാഗത്തിലെ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന പോർഷനിലെ ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേര് ബൈസെക്ഷൻ മെത്തേഡ് എന്നാണ്. അപ്പോൾ എന്താണ് ആ മെത്തേഡ്, എങ്ങനെയാണ് സോൾവ് ചെയ്യുക, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഒരു പ്രോബ്ലമാണ്. ഫൈൻഡ് എ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ x⁵ - 3 x⁵ - x = 3 in 0 to 2 with an accuracy of 0.1 by bisection method. അപ്പോൾ bisection method എന്താണ് എഴുതുന്നത്? By repeatedly dividing intervals into half and testing each half for the root. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റൂട്ട് നമ്മൾ 0 to നമ്മൾ 2 ആക്കുക, എന്നിട്ട് അത് ഓരോ കഷ്ണത്തിലും റൂട്ട് ഉണ്ടോ എന്ന് നോക്കുക, അതിനെ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറാണ്. അത് നമുക്ക് എന്ത് ചെയ്യണം, x⁵ - x = 3 എന്ന ഇതിൻ്റെ സൊല്യൂഷൻ കാണണം 0ക്കും 2നും ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറാണ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ f(a)ക്കും f(b)ക്കും ഇടയിൽ c എന്നൊരു പോയിന്റ് എടുത്താൽ നമുക്ക് എന്തുണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y0 എന്നുള്ളൊരു വാല്യൂ കിട്ടും. ദാറ്റ് ഇസ് f(y0 = c) ആയിട്ട്. ഇതാണ് നമ്മളെ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയണത്. ആ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൽ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ് വെച്ചാൽ അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, 0 ഉണ്ടാവും. അതാണ് നമ്മളെ മെത്തേഡ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തെടുത്തു, സൊല്യൂഷൻ എടുത്തു. വി ഹാവ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഫോർ ദ ഇക്വേഷൻ x⁵ - x = 3. ഈ 3 കൊണ്ടുവരിക. അപ്പോൾ എന്താ ഉണ്ടാവുക, x⁵ - x - 3 = 0. അപ്പോൾ ഇതാണ് നമ്മൾ f(x) കൊടുക്കുന്നത്. ലെറ്റ് f(x) = x⁵ - x - 3. നമുക്ക് കാണേണ്ട സൊല്യൂഷൻ ഇൻ 0 2 ആണ്. 0ക്കും 2നും ഇടയ്ക്കാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, f(0) കണ്ടുപിടിച്ചു. f(0) പറയുന്നത് x-ന് 0 എടുക്കും. അപ്പോൾ എന്താണ് 0⁵ - 0 - 3 = -3 എന്ന് കിട്ടും, <0 ആണ്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തു, ഗെറ്റ് f(2) കണ്ടുപിടിച്ചു. f(2) എന്താ ഉണ്ടാവുക, f(2) = 2⁵ - 2 - 3. That is 2⁵ is 32 - 3 - 2 - 3. 32 - 2 - 3 = 27 കിട്ടും. അപ്പോൾ പോസിറ്റീവ് കിട്ടും. നമുക്ക് എഴുതാൻ പറ്റും f(1) = -3 and f(2) = -27 കിട്ടി. അതായത് f(1) നമുക്ക് എന്ത് കിട്ടി, f(1) നെഗറ്റീവും f(2) പോസിറ്റീവാണ്. അപ്പോൾ നെഗറ്റീവിൻ്റെ പോസിറ്റീവിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാവും, 0 എന്നുള്ള വാല്യൂ ഉണ്ടാവും അല്ലേ. ഇത് -3, ഇത് 27 ആണ്. ഇതിനിടയിൽ എന്തുണ്ടാവും, 0 കിട്ടുന്ന വാല്യൂ ഉണ്ടാവും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, നമുക്കറിയാം f(1) <0 ആണ്, നെഗറ്റീവാണ്. വാല്യൂ നമുക്ക് ആവശ്യമില്ല, നെഗറ്റീവാണ്. f(2) പോസിറ്റീവാണ്. ദെൻ f(x) ഒരു പോളിനോമിയലാണ്. പോളിനോമിയൽസ് ഒക്കെ കണ്ടിന്യൂസ് ആണ്, അതാണ് പറയുന്നത്. ഹെൻസ് f(x) is be a polynomial and it is continuous everywhere. Hence it is continuous every interval containing 1 to 1നും 2നും കണ്ടെയ്ൻ എല്ലാ ഇന്റർവെല്ലിലും ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, there exists a y0 = c there between 1 and 2. 1നും 2നും ഇടയ്ക്ക് എന്തുണ്ടാവും, ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. 1നും 2നും ഇടയ്ക്ക് എന്തുണ്ട്, ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സച്ച് ദാറ്റ് f(c) = c⁵ - c - 3 = 0 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആ ഇൻ്റർവെല്ലിനെ 1 2 എന്നുള്ള ഇൻ്റർവെല്ലിനെ 1 2 എന്നുള്ള ഇൻ്റർവെൽ എടുത്തു. 1 2 എന്നുള്ള ഇൻ്റർവെൽ എന്താ, 1 നിന്ന് 2ലേക്ക്. ഇത് നമ്മൾ എന്താക്കാണ്, ഇതിന് നമ്മൾ 2 ആക്കാണ്. ഇതിപ്പോൾ എന്താ, നേരെ മിഡ് പോയിന്റ് എടുത്തു. 1ൻ്റെയും 2ൻ്റെയും മിഡ് പോയിന്റ് എങ്ങനെ കാണുക, 1 + 2/2 ദാറ്റ് ഇസ് 3/2 ദാറ്റ് ഇസ് 1.5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റർവെൽ നമ്മൾ 2 ആക്കി. ഒന്ന് 1 മുതൽ 1.5 വരെ ഒരു ഇൻ്റർവെല്ലും, അടുത്ത ഇൻ്റർവെൽ ഏതാ വരുന്നത്, നെക്സ്റ്റ് ഇൻ്റർവെൽ 1.5 മുതൽ 2 വരെ 2 ഇൻ്റർവെൽ ആക്കി. We bisect the interval 1 2 into
1.15 and 1.5 to 2. നമ്മൾ ഇൻ്റർവെൽ നമ്മൾ രണ്ടാക്കി മുറിച്ചു. തന്ന ഇൻ്റർവെൽ നമ്മൾ എന്താക്കി? രണ്ടാക്കി. എങ്ങനെ രണ്ടാക്കിയത്? ആ രണ്ടിന് മിഡ് പോയിന്റ് എടുത്തു. മിഡ് പോയിന്റ് എങ്ങനെ കിട്ടുക? എ ബി എന്നുള്ള ഒരു ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ a+b/2 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുക, രണ്ടുകൊണ്ട് ഹരിക്കുക. അപ്പോൾ 1 + 2/2 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/2 എന്ന് കിട്ടും. അപ്പം ഇൻ്റർവെൽ രണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യുക? ആ വാല്യൂ കണ്ടുപിടിക്കുക. ആ നടുവത്ത പോയിന്റ് ഇതാ 1.5 ആണ് കിട്ടിയത്. അവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ f(1.5) എന്ന് പറഞ്ഞാൽ എക്സ് കാണുന്നിടത്ത് എന്ത് ചെയ്യുക? 1.5 കൊടുക്കുക. അപ്പോൾ 1.5 ഹോൾ സ്ക്വയർ മൈനസ് 1.5 മൈനസ് 3, അപ്പോൾ അതിൻ്റെ വില 3.09 എന്ന് കിട്ടി. അത് പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയതാണ് f(1) എന്തുണ്ടാവും? 1³ മൈനസ് 1 മൈനസ് 3. f(1) എന്ത് കിട്ടും? 1 മൈനസ് 1 0 ആയി, മൈനസ് 3 എന്ന് കിട്ടും. അത് നെഗറ്റീവാണ്. f(1) എന്തായിരുന്നു? നമുക്ക് നെഗറ്റീവായിരുന്നു. f(1) നെഗറ്റീവ്. f(2) നമുക്ക് പോസിറ്റീവ് കിട്ടി. അതേപോലെ f(1.5) നമുക്ക് ഇപ്പോൾ എന്ത് കിട്ടി? f(1.5) നമുക്ക് എന്ത് കിട്ടി? പോസിറ്റീവ് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം f(1) നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് എന്നും f(2) പോസിറ്റീവ് എന്നും കിട്ടിയിരുന്നു. നമ്മളതിൻ്റെ മിഡ് പോയിന്റ് എടുത്തു, അതായത് രണ്ടും കൂടി ആഡ് ചെയ്ത് രണ്ടുകൊണ്ട് ഹരിച്ചു. ആ പോയിന്റിലെ വാല്യൂ, അതായത് 1.5ലെ വാല്യൂ കണ്ടു, അത് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? വി ടേക്ക് ദ ഇൻ്റർവൽ 1 to 1.5. അടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? 1 മുതൽ 1.5 വരെയുള്ള ഇൻ്റർവെൽ കൺസിഡർ ചെയ്തു. ഓക്കെ, സോ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? f(1) നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. നമുക്ക് ഇൻ്റർവെൽ നമ്മൾ എടുത്തു. അപ്പോൾ 1ൽ നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ്. 1.5ൽ നമുക്ക് എന്താണ്? പോസിറ്റീവ്. പിന്നെ 2ലും പോസിറ്റീവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് പോസിറ്റീവ് വന്ന് നമ്മൾ ഒഴിവാക്കി, അടുത്തടുത്തുള്ള നെഗറ്റീവും പോസിറ്റീവ് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? f(1) നെഗറ്റീവും f(1.5) പോസിറ്റീവാണ്. അപ്പോൾ അതിനിടയിൽ എന്തുണ്ടാവും? 0 ഉണ്ടാവും. So again by intermediate value theorem, C lies between 1 and 1.5. C എന്നത് 1നും 1.5നും ഇടയ്ക്കാണ് എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ് ആയത്. നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഇതിനെ നമ്മൾ രണ്ടാക്കി മുറിക്കുക. ഓക്കെ, ഇത് നമുക്ക് രണ്ടാക്കി മുറിക്കണം. നമുക്ക് കിട്ടിയത് എന്താണ്? ഇത് 1, ഇത് 1.5, 2. 1.5ൽ പോസിറ്റീവ് ആയിരുന്നു. ഇനി എന്ത്? ഇതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക. ഇതിൻ്റെ മിഡ് പോയിന്റ് എങ്ങനെ കാണുക? ഇതിൻ്റെ മിഡ് പോയിന്റ് കാണാൻ 1 + 1.5/2 അല്ലേ? 1 + 1.5 എന്നാണ് 2.5 / 2, ദാറ്റ് ഈസ് 1.25. 1.25 എന്നുള്ള പോയിന്റ് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യുക? f(1.25) കാണാം. f(1.25) കാണുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? 1.25 ഹോൾ റേസ് ടു 5 മൈനസ് 1.25 മൈനസ് 3 = എന്ത് കിട്ടും? മൈനസ് ഒരു വാല്യൂ കിട്ടി, നെഗറ്റീവ് കിട്ടി. അപ്പോൾ f(1.25) എന്നുള്ളത് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ നമുക്കറിയാം അടുത്തടുത്തുള്ള രണ്ട് നെഗറ്റീവ് പോസിറ്റീവ് എടുക്കുക. അപ്പോൾ ഈ നെഗറ്റീവും ഈ പോസിറ്റീവ് എന്ന് എടുത്തിരുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ നെഗറ്റീവ് ഒഴിവാക്കി അടുത്തടുത്തുള്ള നെഗറ്റീവും പോസിറ്റീവ് എടുത്തു. ഇത് രണ്ടും എടുത്തു. നമ്മൾ എടുക്കുന്ന ഇൻ്റർവൽ ഏതാണ്? വി ടേക്ക് ദ ഇൻ്റർവൽ 1.25, 1.5. നമുക്കറിയാൻ പറ്റും. സോ by intermediate value theorem, C lies between 1.25 and 1.5. ഇതാണ് പറയുന്നത്. Hence by intermediate value theorem, the C lies between 1.25 and 1.5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആദ്യം 1ഉം 2 ഉണ്ടായിരുന്നു, അതിന് 1.5 എടുത്തു. ഇനി അതിന് നടുവിൽ 1.25 എടുത്തു. ഇപ്പോൾ ലാസ്റ്റ് എടുക്കുന്ന ഇൻ്റർവൽ ഇതാണ്. ഇനി എന്ത് ചെയ്യുക? ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് എടുക്കുക. ഇതിൻ്റെ മിഡ് പോയിന്റ് എങ്ങനെ എടുക്കുക? 1.25 + 1.5 / 2, ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും? മിഡിലൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റിൻ്റെ വാല്യൂ 1.25നും 1.5ൻ്റെയും മിഡിലെ പോയിന്റാണ് 1.375. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ മിഡ് പോയിന്റ് 1.375 എടുത്തു. ഇതിൻ്റെ മിഡ് പോയിന്റ് 1.375 എടുത്തു. ആ പോയിന്റിലെ വാല്യൂ അടിച്ചു. 1.375ലെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ദ ആൻസർ
0.5399 കിട്ടും. അതായത് ഇത് പോസിറ്റീവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അടുത്തടുത്ത് നെഗറ്റീവും പോസിറ്റീവ് എടുക്കണം. അപ്പോൾ എഫ് ഓഫ് 1.25 1.375 എടുത്തു. നമുക്ക് എന്താ പറയാൻ പറ്റും? ഹെൻസ് ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം സി ലൈസ് ബിറ്റ്വീൻ 1.25 ആൻഡ് 1.35. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു വരാം. ഇത് ചെയ്ത് വന്ന് നമുക്ക് എന്ത് കിട്ടും? ഇപ്പം നമുക്ക് സിയുടെ വില ഏതൊക്കെ കിട്ടിയത്? ആദ്യം കിട്ടിയത് എന്താണ്? 1ഉം 2. പിന്നെ കിട്ടിയത് 1ഉം 1.5ഉം. പിന്നെ കിട്ടിയത് എന്താണ്? 1.25ഉം 1.5ഉം. പിന്നെ 1.25ഉം 1.375. ഇങ്ങനെ നമ്മൾ ചെയ്തു തന്നു. 1.375ൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? വി ഗെറ്റ് ദ വാല്യൂ 0.5399 കിട്ടി അല്ലേ? അത് സീറോനോട് വളരെ അടുത്താണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? വി ക്യാൻ സ്റ്റോപ്പ് സിൻസ് വി നീഡ് ടു ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ വിത്ത് ആൻ ആക്യുറസി ഓഫ് 0⁻⁻1. 0.1. അപ്പോൾ 0.1 ആക്യുറസി കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് സ്റ്റെപ്പ് വരുമ്പോൾ സീറോന് വളരെ അടുത്തെത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ സ്റ്റോപ്പ് ചെയ്യാം. സോ ഇതിൻ്റെ റൂട്ട് എന്താവും? 1.3 ആയിരിക്കും. ഇതാണ് നമ്മൾ ബൈസെക്ഷൻ മെത്തേഡ്. ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലിനെ സെക്ഷൻ ആക്കാം. ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ എന്തുണ്ട്? വാല്യൂ കണ്ടെടുത്ത് 0.2 എന്നാണ് ക്വസ്റ്റ്യൻ. 0.2 അല്ല 1.2 ആണ് കേട്ടോ. വാല്യൂ 1.2 ആണ്. ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ചെയ്തതിന് 1.2 വെച്ചിട്ടാണ്, പക്ഷേ ക്വസ്റ്റ്യനിൽ 0.2 ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താക്കുക? 1.2 എന്നാക്കുക. അപ്പോൾ എഫ് ഓഫ് 1 നമ്മളെടുത്തു. എഫ് ഓഫ് 1 നമുക്ക് എന്ത് കിട്ടി? നെഗറ്റീവ് കിട്ടി. എഫ് ഓഫ് 2 നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് 2 നമുക്ക് പോസിറ്റീവ് കിട്ടി. 1.2 എടുത്തു. അപ്പോൾ നമുക്ക് അതിന് പോസിറ്റീവിനും നെഗറ്റീവിനും ഇടയ്ക്ക് എന്തുണ്ടാവും? 0 ഉണ്ടാവും. സോ ദർ എക്സിസ്റ്റ് C between 1 and 2 such that f of c equal to 0. That is c raised to 5 minus c minus 3 is equal to 0. ഇനി എന്ത് ചെയ്തു? ഇതിന് എന്ത് ചെയ്തു? 1ൻ്റെയും 2ൻ്റെയും മിഡ് പോയിന്റ് എടുത്തു. ആ പോയിന്റ് 1.5 ആണ്. അവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കി നമ്മൾ ഇങ്ങനെ 1-2 എന്നുള്ള ഇൻ്റർവൽ എടുത്തു. എന്ത് ചെയ്തു? ഇതിൻ്റെ മിഡ് പോയിന്റ് എടുത്തു. നമ്മൾ എന്ത് ചെയ്തു? ഒന്നുമില്ലെങ്കിൽ ഈ കഷ്ണം എടുത്തു ഓർ ഈ കഷ്ണം എടുത്തു. അപ്പോൾ നമ്മൾ ഈ കഷ്ണം എടുക്കുകയെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്തു? ഇത് നമ്മൾ രണ്ടാക്കി. ഒന്നുമില്ലെങ്കിൽ ഇത് മാത്രം അല്ലെങ്കിൽ ഇത് മാത്രം എടുത്തു. ഇനി എന്ത് ചെയ്തു? ഇതിനെ വീണ്ടും നമ്മൾ കട്ട് ചെയ്തു. എന്ത് ചെയ്തു? ഈ ഒരു ഇൻ്റർവെൽ അല്ലെങ്കിൽ ഇത് മാത്രം. അപ്പോൾ ഇത് മാത്രം എടുത്തു. വീണ്ടും എന്ത് ചെയ്തു? ഇത് നമ്മൾ മിഡ് പോയിന്റ് എടുത്തു. ഇത് മാത്രം കൺസിഡർ ചെയ്തു. ലാസ്റ്റ് പോയി എന്തുണ്ടാവും? ഒരു ചെറിയ ഇൻ്റർവെൽ ഉണ്ടാവും. അതിനായിരിക്കും ഫംഗ്ഷൻ എത്തുന്നുണ്ടാവുക? ഇൻ്റർവെൽ ഉണ്ടാവുക. ഇതാണ് ബൈസെക്ഷൻ മെത്തേഡ് കേട്ടോ. താങ്ക് യു.